നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഉദ്ഘാടന ചടങ്ങിന് പോകുന്ന വീഡിയോ ആയിട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററാണ്. മാത്രമല്ല 2 ഹെലികോപ്റ്റർ ഹെലിപ്പാഡോടുകൂടി ഇറങ്ങാൻ സൗകര്യമുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇക്കാടെ ചേട്ടൻ്റെ മകനാണ്. മകനെന്ന് പറയുമ്പോൾ മോളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ അമരവിള കഴിഞ്ഞ് ധനുവച്ചപുരം മണിവിള എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഗോൾഡൻ പാലസ് എന്നാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു കൺവെൻഷൻ സെൻറ്റർ ഉദ്ഘാടനമായപ്പോൾ അത് കാണാനും അതിൽ പങ്കെടുക്കാനും ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള 12 കൺവെൻഷൻ സെൻ്ററാണ് ഈ കോമ്പൗണ്ടിനകത്തുള്ളത്. ഇതുകൂടാതെ തന്നെ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള 24 റൂമും ഇതിനകത്തുണ്ട്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യവും. ഇപ്പോൾ മോളുടെയും ഒരുവൻ്റെയും ഫോട്ടോ കൂടെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് അവർ. അപ്പോൾ മോൻ്റെ പേര് അൻവർ സാദിത്ത് എന്നാണ്. അപ്പോൾ മോൻ്റെ വാപ്പ പ്രസംഗിക്കുന്നതിൻ്റെ ചെറിയൊരു പാട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. കാര്യം ഒത്തിരി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മ്യൂസിക്കും പാട്ടും ഒക്കെ വരുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്. I hope everybody is praying to God successfully, good business, good activism, good health. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളായിട്ട് ഗൾഫിൽ നിന്നും അറബിമാരും സീരിയലിലെ നടന്മാരും ഒത്തിരി വിശിഷ്ട അതിഥികളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അപൂർവ നിമിഷമായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. മാഷാ അല്ലാ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടനം എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ സ്ക്രീൻ വഴി റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിനൊന്നും നിന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്സിൻ്റെ വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതിനുശേഷം ഇക്കായും മോളും ഞങ്ങളുമായിട്ട് കുറേയൊക്കെ സംസാരിച്ച് അപ്പോൾ അതിനുശേഷം മോളെയും കുഞ്ഞിൻ്റെയും കൂടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഉടൻ തന്നെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.